നമസ്കാരം. ആർ.ജെ.ഡിയുടെ ശക്തി കേന്ദ്രമായ രാഘോപൂർ മണ്ഡലത്തിൽ ലാലു പ്രസാദ് യാദവിന്റെ മകൻ തേജസ്വി യാദവിന് നിറം മങ്ങിയ ജയം. കഴിഞ്ഞ തവണ തേജസ്വി യാദവ് 38,000 പരം വോട്ടുകൾക്ക് ജയിച്ച മണ്ഡലത്തിൽ ഇത്തവണ 14,000-ൽ പരം വോട്ടുകൾക്കാണ് ജയിച്ചു കയറിയത്. ബീഹാറിലെ വോട്ടെണ്ണൽ അന്തിമഘട്ടത്തിലെത്തി നിൽക്കിയ സംസ്ഥാനത്തെങ്ങും എൻ.ഡി.എ തേരോട്ടത്തിന്റെ ചിത്രമാണ് ദൃശ്യമാകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യത്തെ കടപൊഴുക്കിയ എൻ.ഡി.എ കൊടുങ്കാറ്റിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ തേജസ്വി യാദവ് പരാജയത്തിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനകൾ ആദ്യഘട്ടത്തിൽ ഉടലെടുത്തെങ്കിലും അവസാന ഘട്ടത്തിൽ തിരിച്ചു വരികയായിരുന്നു. പ്രതിപക്ഷ സഖ്യം സർക്കാർ രൂപീകരിക്കുമെന്ന ശുഭാപ്തി വിശ്വാസം കാത്തുസൂക്ഷിച്ച യുവനേതാവിന് തന്റെ കുടുംബത്തിന്റെ ശക്തി കേന്ദ്രമായ രാഘോപൂരിൽ പോലും നിലയുറപ്പിക്കാൻ കഴിയാതെ വന്ന ചിത്രമായിരുന്നു തുടക്കത്തിലുണ്ടായത്. മഹാസഖ്യത്തിന് തെല്ലാശ്വാസം പകരുന്നതാണ് തേജസ്വിയുടെ വിജയം. രാവിലെ മുതൽ ബി.ജെ.പിയുടെ സതീഷ് കുമാർ പലകുറി തേജസ്വി യാദവിനെ ഞെട്ടിച്ചു മുന്നിലെത്തി. അതായത് പരമ്പരാഗതമായി പോലും ലാലു കുടുംബത്തിനൊപ്പം നിൽക്കുന്ന യാദവർ പോലും തേജസ്വിയെ കൈവിട്ടു എന്നാണ് ഫലം നൽകുന്ന സൂചനകൾ. തേജസ്വി യാദവിന്റെ മണ്ഡലത്തിൽ ബി.ജെ.പി നടത്തിയ മുന്നേറ്റം ബീഹാറിന്റെ മൊത്തത്തിലുള്ള ചിത്രമാണ് കാട്ടിത്തന്നത്. യാദവ് വോട്ടുകളിൽ പോലും ബി.ജെ.പി ജെ.ഡി.യു സഖ്യമായ എൻ.ഡി.എ മുന്നണിക്ക് വിള്ളൽ വീഴ്ത്താൻ കഴിഞ്ഞു എന്നത് ലാലു കുടുംബത്തിനോടുള്ള അടുപ്പം കുറയുന്നതിന്റെ സൂചന കൂടിയാണ്. രാഘോപൂർ ആർ.ജെ.ഡിയുടെ ശക്തി കേന്ദ്രമാണ്. മുൻപ് തേജസ്വി യാദവിന്റെ പിതാവും ആർ.ജെ.ഡി സ്ഥാപകനുമായ ലാലു പ്രസാദ് യാദവും അദ്ദേഹത്തിന്റെ അമ്മ രാബ്രി ദേവിയും ഈ സീറ്റിൽ വിജയിച്ചിട്ടുണ്ട്. 2015 മുതൽ തേജസ്വിയാണ് ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. 2020-ലെ തിരഞ്ഞെടുപ്പിൽ 38,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ഈ സീറ്റിൽ ജയിച്ചത്. ബി.ജെ.പി സ്ഥാനാർത്ഥി സതീഷ് കുമാർ യാദവാണ് മണ്ഡലത്തിൽ തേജസ്വിക്കെതിരെ ആദ്യഘട്ടത്തിൽ ലീഡ് നേടിയിരുന്നത്. 15 വർഷം മുൻപ് രാഘോപൂരിൽ ലാലു പ്രസാദ് യാദവിന്റെ ഭാര്യ രാബ്രി ദേവിയെ പരാജയപ്പെടുത്തി സതീഷ് കുമാർ രാഷ്ട്രീയ ജനതാദളിനെ ഏൽപ്പിച്ച ശക്തമായ ആഘാതത്തിന്റെ ആവർത്തനം വീണ്ടും സംഭവിക്കുമോ എന്നായിരുന്നു രാജ്യം ഉറ്റുനോക്കിയത്. ആർ.ജെ.ഡിയിൽ നിന്നാണ് സതീഷ് കുമാർ തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത്. ബീഹാറിലെ ജനസംഖ്യയുടെ ഏകദേശം 15% വരുന്ന യാദവ സമുദായത്തിലെ ഒരു പ്രമുഖ നേതാവായ അദ്ദേഹം 2005-ൽ നിതീഷ് കുമാറിന്റെ ജനതാദൾ യൂണിറ്റിലേക്ക് മാറുകയും രാഘോപൂരിൽ നിന്ന് മത്സരിക്കുകയും ചെയ്തു. എന്നാൽ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന രാബ്രി ദേവി നിർണായക വിജയം നേടി. 25,000-ലധികം വോട്ടുകൾക്കായിരുന്നു വിജയം. 2010-ൽ വീണ്ടും തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയ സതീഷ് കുമാർ 13,000-ലധികം വോട്ടുകൾക്ക് വിജയിച്ച് മണ്ഡലത്തിൽ ആർ.ജെ.ഡിയെ പരുങ്ങലിലാക്കി. 2015-ൽ തേജസ്വി യാദവിനെ കളത്തിലിറക്കിയ ആർ.ജെ.ഡി മണ്ഡലം തിരിച്ചുപിടിച്ചു. 2020-ലും വിജയം ആവർത്തിച്ചു. 2 തവണയും 40%-ൽ താഴെ വോട്ട് മാത്രമാണ് സതീഷ് കുമാറിന് നേടാനായത്. എന്നാൽ ഇത്തവണ സ്ഥിതിഗതികൾ മാറി മറിഞ്ഞു. കടുത്ത പോരാട്ടത്തിനാണ് മണ്ഡലം സാക്ഷിയായത്. സഹോദരൻ തേജ് പ്രതാപ് യാദവ് സ്ഥാപിച്ച പാർട്ടിയായ ജൻശക്തി ജനതാദളിലെ പ്രേംകുമാറാണ് മണ്ഡലത്തിൽ തേജസ്വി യാദവിന് കടുത്ത പ്രതിസന്ധിക്ക് വഴി തുറന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്. 2020-ൽ കപ്പിനും ചുണ്ടിനുമിടയിൽ ഭരണം നഷ്ടമായ മഹാസഖ്യത്തിന്റെ തിരിച്ചുവരവിന്റെ പ്രതീക്ഷകളെ തൂത്തെറിയുന്ന കാഴ്ചയ്ക്കാണ് ബീഹാർ സാക്ഷിയായത്. തൊഴിലില്ലായ്മയും പിന്നോക്കാവസ്ഥയും സജീവ ചർച്ചയാക്കി യുവതിയുടെ നേതാവായി തേജസ്വിയെ മുൻനിർത്തി ഭരണം പിടിക്കാമെന്ന മഹാസഖ്യത്തിന്റെ പദ്ധതികൾക്ക് കൃത്യമായ പദ്ധതികളും പ്രഖ്യാപനങ്ങളുമായി എൻ.ഡി.എ സഖ്യം പ്രതിരോധം തീർത്തു. അതേസമയം ബീഹാറിലെ ജനവിധി രാജ്യത്തിന്റെ രാഷ്ട്രീയഗതി നിർണ്ണയിക്കുന്നതാണെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചത്. ബീഹാറിൽ എൻ.ഡി.എ നേടിയ ഉജ്ജ്വല വിജയത്തിന് കാരണം സ്ത്രീകളുടെയും യുവാക്കളുടെയും പിന്തുണയാണെന്ന് അദ്ദേഹം പറഞ്ഞു. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വർഗീയ വിഭജനം ഉണ്ടാക്കുന്ന രാഷ്ട്രീയത്തെ ജനങ്ങൾ തിരസ്കരിച്ചെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡൽഹിയിലെ ബി.ജെ.പി ആസ്ഥാനത്ത് നടന്ന ബീഹാർ തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ.ഡി.എക്ക് ലഭിച്ച വിജയം കേവലം ഒരു മുന്നേറ്റമായി കാണാനാകില്ലെന്നും ഇത് പുതിയ തലമുറയുടെ കാഴ്ചപ്പാടുകളെയും പ്രതീക്ഷകളെയും പ്രതിഫലിപ്പിക്കുന്നതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെയും വിഭാഗീയതയും ബീഹാർ ജനത തള്ളിക്കളഞ്ഞത് ഏറെ പ്രശംസനീയമാണ്. വികസനത്തിനും സുസ്ഥിരമായ ഭരണത്തിനും വേണ്ടിയുള്ള അവരുടെ ആഗ്രഹം ഇതിലൂടെ വ്യക്തമാകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു.